السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഫഖ്റുദ്ദീൻ അൽ മെഹിസി ഹഫിളഹുല്ലാഹ് എഴുതിയ ക്രോഡീകരിച്ച അൽ അർബഊന അൻ നബവിയ്യ ഫി അൽ വസായ അത്തിബിയ്യ എന്ന് പറയുന്ന ഒരു ചെറു ഗ്രന്ഥം ചികിത്സയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ എന്ന പേരിൽ അദ്ദേഹം ക്രോഡീകരിച്ച 40 ഹദീസുകളാണിത്. 40 ഹദീസുകളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയ വസിയ്യത്തുകളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ശരീഅത്ത് മനുഷ്യരുടെ ആരോഗ്യം ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ഉലമാക്കളും പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇൽമ് 2 ഇൽമുകളാണ്. ഒന്ന് ശരീഅത്തിൻ്റെ ഇൽമ്, 2 ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇൽമ്, ശരീരവുമായി ബന്ധപ്പെട്ട ഇൽമ്. ഈ 2 ഇൽമുകളും ഏറ്റവും ശ്രേഷ്ഠകരമായ 2 അറിവുകളാണ് എന്നാണ്. ആരോഗ്യം അതേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരോഗ്യത്തെ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കുക എന്നത് നമ്മുടെ ദുന്യവിയായ ജീവിതത്തിലും അതുപോലെ തന്നെ ദീനനുസരിച്ചുള്ള ജീവിതത്തിലും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ ഇൻഷാ അല്ലാഹ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശേഷം ഹദീസുകൾ വരുമ്പോൾ അവിടെ നമുക്ക് ചർച്ച ചെയ്യാം. ആമുഖമായി ആരോഗ്യത്തിൻ്റെ പ്രാധാന്യവും മറ്റും പറഞ്ഞ് നമ്മൾ വിഷയം പോകാതെ നമുക്ക് നേരിട്ട് ഹദീസിലേക്ക് കടക്കാം. ഇത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ 40 ഹദീസുകൾ വായിച്ച് പൂർത്തിയാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഹദീസുകൾ വരുമ്പോൾ അവിടെ ഇസ്ലാം ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ഒരു ആദ്യ ക്ലാസ് എന്ന നിലയിൽ ആദ്യത്തെ 4 ഹദീസുകൾ, ആ ഹദീസുകളിലൂടെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നത് ഒരു ആമുഖം എന്ന നിലയിൽ, തുടക്കം എന്ന നിലയിൽ പറഞ്ഞു വെക്കാം ഇൻഷാ അല്ലാഹ്. ശേഷമുള്ള ദിവസങ്ങളിൽ ഓരോ ഹദീസിൻ്റെയും ആശയതലങ്ങളിലേക്ക് ഇറങ്ങി നമുക്ക് ചർച്ച ചെയ്ത് പഠനം പൂർത്തിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു കൊടുത്ത കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇത് ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പലരും സംസാരിച്ചിട്ടുണ്ടാകും. ചിലത് ചിലരുടെ അനുഭവങ്ങളാകാം, ചിലത് കേവല പഠനങ്ങളാകാം, ചിലത് വിശാലമായ വായനയിലൂടെ ഗ്രഹിച്ചെടുത്ത അയാളുടെ ചിന്തകളാകാം. ഇതിനൊക്കെ പ്രൂഫ് എന്താണ്, എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് അറിയപ്പെട്ട ഒരാൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അത് എത്രത്തോളം ഓതന്റിക് ആണ്, എത്രത്തോളം അത് സ്വീകാര്യമാണ് എന്ന് സ്ഥിരീകരിക്കാൻ ചിലപ്പോൾ പറയുന്നവർക്ക് സാധിച്ചോളണമെന്നില്ല. അപ്പോൾ ശരീഅത്ത് നിർദ്ദേശിക്കുന്ന വരകൾക്കുള്ളിലൂടെ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഈ മേഖലയിൽ ഒന്നും കൂടെ മേലെ കയറാൻ ഭൗതികപരമായി ചികിത്സാ മേഖലയിൽ ഇടപെടുന്ന ആൾക്കാർക്ക് സാധിക്കും. ഒന്നുകൂടെ ചിന്തകൾക്ക് ആക്കം കൂടും. ആ വക കാര്യങ്ങളിലേക്ക് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ
വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ശരീഅത്തിന്റെ ഇൽമും ആവശ്യത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളോട് ചേർക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഒന്ന് മേലെ അഭിപ്രായങ്ങൾ പറയാനും തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങളെ യഥാവിധം കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അങ്ങനെ സാധിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആമുഖങ്ങൾ പറഞ്ഞ് ഒരു പ്രസംഗ ശൈലിയിൽ പോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഹദീസുകളെ ഹല്ല് ചെയ്ത് അതിൻ്റെ ആശയ തലങ്ങളിലേക്ക് സംസാര രീതിയിൽ സംസാരിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ പഠനമാവുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ഹദീസ് ഇദ്ദേഹം കൊടുത്ത ഹെഡിങ് ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണിത്. ആദ്യത്തെ 4 ഹെഡിങ്ങുകൾ നിങ്ങൾ കുറിച്ചിടേണ്ട ഹെഡിങ്ങുകളാണ്. ഒന്നാമത്തെ ഹെഡിങ് ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നതാണ്. ഹദീസ് വായിക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് ഒന്നാമത്തെ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അതിന് മരുന്ന് ശമനം ഇറക്കിയിട്ടല്ലാതെ. അപ്പോൾ ലോകത്ത് എന്ത് രോഗമുണ്ടോ അതിനെന്തുണ്ട്? ശമനമുണ്ട്. ശമനമില്ലാത്ത രോഗമില്ല. വാർദ്ധക്യമൊഴിച്ച് അല്ലെങ്കിൽ മരണമൊഴിച്ച് ഒക്കെ എല്ലാത്തിനും ശമനമുണ്ട്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ല അൻസല ലഹു ശിഫാഅൻ. വളരെ അടിസ്ഥാനപരമായ ഒരു തത്വമാണിത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ന രോഗത്തിന് മരുന്നില്ല. ആ വർത്തമാനത്തെക്കാൾ നല്ല വർത്തമാനം ഇന്ന രോഗത്തിന് മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ്. മരുന്നില്ലാത്ത ഒരു രോഗവും തന്നെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയുന്നത് അലിമഹു മൻ അലിമ, ആ ശമനത്തിനുള്ള മരുന്ന് അറിഞ്ഞവൻ അറിഞ്ഞു, വജഹിലഹു മൻ ജഹില, അറിയാത്തവർക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മരുന്നില്ലാത്തത് കൊണ്ടല്ല, അത് കണ്ടെത്താത്തത് കൊണ്ടാണ്. ഈ ഹദീസിലൂടെ ഒരുപാട് വലിയ ചിന്തകൾ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ശാസ്ത്രം അതിൻ്റെ ഏറ്റവും മേലെയാണ് ഇന്ന് നിൽക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. എന്നിട്ടും പല രോഗങ്ങൾക്കും ശാസ്ത്രം തന്നെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ല അൻസല ലഹു ശിഫാഅ. ഏതൊരു രോഗത്തിനും അള്ളാഹു ശമനം ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മരുന്ന് അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അറിഞ്ഞവർ അറിഞ്ഞു, അറിയാത്തവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ അറിഞ്ഞവർ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആ രോഗത്തിന് മരുന്ന് ഇന്ന് ലോകത്തുണ്ട്. ആ മരുന്ന് ഉപയോഗിക്കുന്നവരും ഉണ്ടാകും. ചില ഉൾനാടുകളിലൊക്കെ നമ്മൾ രോഗത്തിന് മരുന്നില്ല അല്ലെങ്കിൽ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന പല രോഗങ്ങൾക്കും അവരുടെ പക്കൽ മരുന്നുണ്ടാകും, നമ്മളവിടെ എത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മരുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ല. അവർ പ്രഖ്യാപിക്കുമ്പോൾ ലോകം അറിയുക. ഉൾപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ പഴയകാലം മുതലേ ആ രോഗം വരുമ്പോൾ അതിന് മരുന്ന് ശീലിച്ചു പോന്നിട്ടുണ്ടാവും. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇന്ന് വ്യാപകമായി വരുന്ന ഒരു രോഗം അഞ്ചാം പനിയെ കുറിച്ച് സംബന്ധിച്ച് പറയാനുള്ളത് അലോപ്പതിയിൽ മരുന്നില്ല, അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിന് മരുന്നില്ല എന്ന് പറയുമ്പോഴും അതിനെ ചികിത്സിക്കാനുള്ള മറ്റു മാർഗങ്ങൾ അവർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ ശമിപ്പിക്കാൻ പറ്റും, അതിനെ നിയന്ത്രിക്കാൻ പറ്റും, അത് വരാതെ സൂക്ഷിക്കാൻ പറ്റും എന്നൊക്കെ നിർദ്ദേശം നൽകുന്നുണ്ട്.
എന്നാൽ ആ രോഗത്തിന് മരുന്ന് അറിയുന്ന ആൾക്കാർ ലോകത്ത് ഏതെങ്കിലും മുക്കിലും മൂലയിലും ഉണ്ടാകാം. അലിമഹുമൻ ആലിമ വജഹിലഹുമൻ ജഹില. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു തത്താണ്. ലികുല്ലി ദാഇൻ ദവ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഇമാം ബുഖാരിയും ഇമാം അഹ്മദും ഉദ്ധരിച്ച ഹദീസാണ് ഹദീസ്. അലിമഹുമൻ അലിമഹു വജഹിലഹുമൻ ജഹില, അറിഞ്ഞവർ അറിഞ്ഞു, അറിയാത്തവർക്ക് അറിയാൻ പറ്റിയിട്ടില്ല എന്ന ഭാഗം ബുഖാരിയിലില്ല, ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിലാണുള്ളത്. രോഗത്തിന്റെ ചികിത്സ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ്. ഒന്ന് ഇലാജുൻ ശർഈ, ശർഈയായ ചികിത്സ. രണ്ട് ഇലാജുൻ കൗനി, കൗനിയായ ചികിത്സ, ഭൗതിക ചികിത്സ. ഇലാജുൻ ശർഈ വ്യത്യസ്ത രീതിയിലാണ്. ഒന്ന് ശർഈയായ ചികിത്സയിൽപ്പെട്ടതാണ് അൽ അദ്ഇയത്തു വൽ അദ്കാർ, ദിക്റുകളും ദുആകളും ശർഈയായ ചികിത്സയിൽപ്പെട്ടതാണ്. ദിക്റുകൾ, ദുആകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ രോഗത്തിന് ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവകൾ ശർഈയായ ചികിത്സയാണ്. രോഗം ഭൗതിക രോഗമാണ്. നമ്മൾ പറയുന്ന ഭൗതിക രോഗങ്ങൾക്ക് അതിൻ്റെ മരുന്ന് ദിക്റാണ്, ദുആ ആണ്. അത് ഈമാനുള്ളവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ആ ചികിത്സയിൽ യഖീന് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ ഒരു വേദന വന്നാൽ നമ്മൾ ഈ ഹദീസ്, ഈ അർബൗന നവവിയ്യ ഫി അൽ വസായ തിബ്ബിയ എന്നീ ഗ്രന്ഥത്തിൽ പഠിക്കാൻ പോകുന്നതും അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ശർഈയായ ഇലാജുകളാണ്. അൽ ഇലാജു അശ്ശർഈയാണ്, ശർഈയായ ചികിത്സാ രീതികൾ. അതിൽ ഉദാഹരണമാണ്, ആർക്കും ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയുണ്ട് എങ്കിൽ ആ വേദനക്കുള്ള ചികിത്സ, ശർഈയായ ചികിത്സയിൽ ഒന്നെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വേദനയുള്ള സ്ഥലത്ത് അവൻ കൈവെക്കുക, 3 പ്രാവശ്യം ബിസ്മില്ല 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 എന്ന് പറയുക, എന്നിട്ട് 7 പ്രാവശ്യം അഊസു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് പറയുക. അവന്റെ വേദന മാറുന്നതാണ്. ഇത് ഭൗതികവാദികൾ, ഭൗതികപരമായി ചികിത്സിക്കുന്ന ഒരാൾ അംഗീകരിച്ചു തരുമോ? ഇല്ല. വേദനയും ആ വായ കൊണ്ട് ചെല്ലുന്ന ദിക്ർ എന്താ ബന്ധമുള്ളത് എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയാണ് ചെയ്യുക. എന്നാൽ അത് ഇലാജുൻ ശർഈയാണ്. ചികിത്സ എന്ന മേഖല പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, രോഗവും ശമനവും തീർത്തും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. രോഗം നൽകുന്നവൻ അള്ളാഹുവാണ്, രോഗം ശമിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. അതിൻ്റെ ഇടയിലുള്ളതെല്ലാം മെറ്റീരിയൽസ് മാത്രമാണ്, ഉപയോഗിക്കാനുള്ള അസ്ബാബുകൾ മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും രോഗത്തെ ശമിപ്പിക്കാൻ സാധിക്കുകയേയില്ല. ഇത് നമ്മൾ ഈമാനാണ്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ രോഗം ശിഫിയാക്കുന്ന ഷാഫി അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ആർക്കും രോഗത്തെ ശമിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പം രോഗം മാറ്റേണ്ടവൻ അള്ളാഹുവാണ്. രോഗം മാറ്റാൻ, ചികിത്സിക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവൗ ഫഇന്ന ഫിദ്ദാഇ ദവാ, നിങ്ങൾ ചികിത്സിക്കുക, തീർച്ചയായും രോഗത്തിന് മരുന്നുണ്ട്. ചികിത്സിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്ന രോഗത്തിന് ഇന്ന ദിക്റുകൾ, ദുആകൾ മരുന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഇന്ന വസ്തുക്കൾ ചികിത്സക്ക് ഉപയോഗപ്രദമായ വസ്തുക്കളാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു. ഇലാജുൻ ശർഈ എന്നതിന് പറയാം. ഇലാജുൻ ശർഈയിലെ ഒന്നാമത്തെ രീതി അൽ ഇലാജു ബിൽ അദ്ഇയത്തി വൽ അദ്കാർ, ദിക്ർ ദുആകൾ കൊണ്ടുള്ള ഇലാജാണ്, ചികിത്സയാണ്. രണ്ടാമത്തെ ചികിത്സാ രീതി ഇസ്തിഅമാലു അൽ അസ്ബാബിൽ മുജറബ ശർഅൻ, ശർഇൽ സ്ഥിരപ്പെട്ട വസ്തുക്കളെ, അനുഭവേദ്യമായ വസ്തുക്കളെ ഉപയോഗിക്കലാണ്. ശർഇൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അസ്ബാബുകളുണ്ട്, വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെ
ഉപയോഗിക്കുക എന്നതാണ് ഇലാജുൻ ഷറഈയിലെ രണ്ടാമത്തെ രീതി. ഏതുപോലെ അൽ ഹബ്ബത്തു സൗദാ, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ശമനമാണ് എന്ന് കരിഞ്ജീരകത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തേൻ, അസൽ, തേന് വയറുവേദനക്ക് ശമനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തൽബീന, അതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കൾ, സംസം വെള്ളം, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വസ്തുക്കളാണ്. അതിനെ ഇസ്തിമാൽ ചെയ്യുക എന്നുള്ളത് ഇലാജുൻ ഷറഈയിൽ പെട്ടതാണത്. ഇസ്തിമാലു അൽ അസ്ബാബിൽ മുജറബത്തി ഷറഅൻ, ഷറഈൽ സ്ഥിരപ്പെട്ടു വന്ന അനുപവേദ്യമായ വസ്തുക്കളെ ഉപയോഗിക്കുക. ഇത് ചികിത്സയുടെ ഒരു ഭാഗമാണ്. ഷറഈയായ ചികിത്സ നടത്താൻ ഒരു നിബന്ധനയുണ്ട്. ഷറഅാണ് എന്ന് പറയപ്പെടുന്ന ആ ചികിത്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഷറഈയായ ചികിത്സ എന്ന് പറയാൻ പറ്റുകയില്ല. ഇലാജുൻ ഷറഈക്ക് ഉള്ള നിബന്ധനയാണത്. അത് മൻസൂസുൻ അലൈഹി ആകണം. ഷറഈ നിശ്ചയിക്കാത്ത ഒരു സബബിനെ സബബാണ് എന്ന് പറയാന്നുള്ളത് ഷിർക്കുൻ അസ്ഗറാണ്. ജഅലു മാലം യജഅലഹു ശർഉ സബബൻ, ഇന്ന രോഗത്തിന് ശമനമാണ് എന്ന് ഒരാൾ ഷറഈയായ എന്തെങ്കിലും ഒരു കാര്യത്തെ വെച്ച് സംസാരിച്ചാൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന രേഖയില്ല എങ്കിൽ ആ കാര്യത്തെ സബബായി കാണുക എന്നുള്ളത് ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് ഷിർക്കുൻ അസ്ഗർ ആയിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ പറയാണ്, ഇന്ന ദർഗയുടെ പരിസരത്തുള്ള കിണറിൽ നിന്നും വെള്ളം കുടിച്ചാൽ രോഗം മാറും. ആ തങ്ങളുടെ ദർഗക്ക് അരികിലുള്ള വെള്ളം കുടിച്ചാൽ രോഗം മാറും എന്ന വിശ്വാസത്തിൽ വെള്ളം കുടിച്ചാൽ, പച്ചവെള്ളം കുടിച്ചാൽ, പച്ചവെള്ളം എല്ലായിടത്തും പച്ചവെള്ളമാണ്, അപ്പൊ ആ പച്ചവെള്ളത്തിന് എന്തോ സിദ്ധി ഉണ്ടെന്ന് വിശ്വസിക്കലാണ്. അപ്പൊ രോഗം മാറാൻ അള്ളാഹ് നിശ്ചയിക്കാത്ത ഒരു കാരണമാണ് ആ ദർഗയിലെ പരിസരത്തുള്ള കിണറിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് ഹറാമാണ്, ആ വിശ്വാസം തെറ്റാണ്. എന്നാൽ സംസം വെള്ളം ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ രോഗം മാറുമെന്ന ഉദ്ദേശത്തിൽ വെള്ളം കുടിച്ചാലോ ഷിഫയാണ്. മാവ് സംസം രോഗത്തിന് ശമനമാണ് എന്ന് ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസം വെള്ളം കുടിക്കുന്നില്ല നിങ്ങൾ, അതുപോലെ തങ്ങളുടെ വെള്ളം കുടിച്ചാൽ പറ്റൂല. സംസം വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അപ്പോൾ ശറഈയായ ഒരു കാര്യം സബബാക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചതാകണം, എന്നാലേ ഇലാജുൻ ശറഈ ആകും. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത് ഇലാജുൻ കൗനി. ഇലാജുൻ കൗനി എന്ന് പറഞ്ഞാൽ ഭൗതിക ചികിത്സ. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഭൗതിക ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്തിമാലു അസ്ബാബിൽ മുജറബായ അസ്ബാബുകളെ ഉപയോഗിക്കുക. മുജറബായ അസ്ബാബുകൾ എന്ന് പറഞ്ഞാൽ അനുഭവേദ്യമായ വസ്തുക്കൾ, മെറ്റീരിയൽസ്, അതിനെ ഉപയോഗിക്കുക. കൗനിയായി ആൾക്കാർ കണ്ടുപിടിച്ച അനുഭവേദ്യമായ വസ്തുക്കൾ. മറ്റേത് ഷറഅ, ഖുർആനിലും ഹദീസിലും വന്ന അസ്ബാബുകൾ, വസ്തുക്കൾ. ജനങ്ങൾ കണ്ടുപിടിച്ച ഭൗതികപരമായ ചികിത്സ വ്യത്യസ്ത രീതിയിലുണ്ട്. അതിന്റെ പൊതു ഹെഡിങ്ങുകളാണ്: ഒന്ന് അലോപ്പതി, ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ പറയുന്നത്; രണ്ട് ആയുർവേദിക്; മൂന്ന് ഹോമിയോ. ഈ മൂന്നാണ് ലോകത്ത് മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ടു വന്ന പ്രധാനപ്പെട്ട മൂന്ന് ചികിത്സകൾ. അതിൻ്റെ കൂടെ പണ്ഡിതന്മാർ എണ്ണുന്നതാണ് യുനാനി ചികിത്സ, അതുതന്നെ സിദ്ധ. പിന്നെ ധാരാളം 10-ലേറെ ചികിത്സകൾ ലോകത്ത് ആൾക്കാർ പരിചരിച്ചു പോരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 10-ഏറെ ചികിത്സാ രീതികൾ. ഇതിൽ എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും സ്വീകരിച്ചു പോകുന്ന 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം: അലോപ്പതി, ആയുർവേദിക്, ഹോമിയോ, യുനാനി. കൗനിയായ ഇലാജിന്, ഭൗതികപരമായ ഇലാജിന് ഒരു നിബന്ധനയുണ്ട്. അതിൻ്റെ 2 നിബന്ധനകൾ. ഒന്ന്, അത് ഷറഇന് വിരുദ്ധമാകാൻ പാടില്ല. നമ്മൾ ശേഷം അത് ചർച്ച വരുന്നുണ്ട്, അപ്പൊ നമുക്ക് വിശദീകരിക്കാം. ഷറഇനെതിരാകാൻ പാടില്ല. അതായത് ഷറഅ ഹറാമാക്കിയ ഒരു വസ്തുവിനെ കൊണ്ടാകാൻ പാടില്ല. കള്ള് കൊണ്ടുള്ള ചികിത്സ ഹറാമാണ്. കള്ള് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല റസൂൽ പറഞ്ഞിട്ടുണ്ട്. നജസ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല, അത് ഹറാമാണ്. നമുക്ക് ശേഷം ചർച്ച വരുന്നുണ്ട്.
അപ്പൊ ഷറൈനെതിരായ ചികിത്സയാകാൻ പാടില്ല, അതൊരു നിബന്ധനയാണ് കൗനിയായ ചികിത്സയിലെ. രണ്ടാമത്തേത് അതിന്റെ തഅ്സീർ, അതിന്റെ ഫലം നേരിട്ടുള്ള അനുഭവമാകണം, സിദ്ധിയാകാൻ പാടില്ല. നേരിട്ടുള്ള അനുഭവമാകണം. മരുന്ന് കുടിക്കുന്നത് കൊണ്ട് ആ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ശരീരത്തിലുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള കീടങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് രോഗം മാറുന്നത്. നേരിട്ടുള്ള അനുഭവം അയ്യക്കൂന തഅ്സീറുഹു മുബാശിറൻ, എന്റെ തഅ്സീർ നേരിട്ടുള്ളതാവണം. സിദ്ധിയാകാൻ പാടില്ല. സിദ്ധിയാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് തങ്ങളുടെ കിണറിലെ വെള്ളത്തിന് ആ വെള്ളം കുടിച്ചാൽ മാറും പറയുന്ന പോലെ ഇന്ന് ചെയറിലിരുന്നാൽ രോഗം മാറും, ഇന്ന് ഡ്രസ്സ് ധരിച്ചാൽ രോഗം മാറും എന്ന് വ്യാജ ഡോക്ടർമാര്, വ്യാജ തങ്ങന്മാര്, വ്യാജ ചികിത്സ ആൾക്കാരൊക്കെ പല കാര്യങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. സിദ്ധിയാകാൻ പാടില്ല. മുബാഷിർ, അതിന് തഅ്സീർ മുബാഷിറാകണം. ഇപ്പം അത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഇപ്പം അലോപ്പതി, ഇംഗ്ലീഷ് ചികിത്സ എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ ചികിത്സാ രീതിയാണ് അലോപ്പതി. അതിന്റെ തഅ്സീർ മുബാഷിറാണ്. അതുകൊണ്ടാണ് അതെല്ലാവർക്കിടയിലും സ്വീകാര്യമായത്. ആ ചികിത്സയെ ആരും എതിർക്കാത്തത്. എന്തുകൊണ്ടാണ്? അലോപ്പതിയുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊതുവെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ഡോക്ടർമാർ പറയുന്നത് എന്താണ്? അലോപ്പതി രോഗത്തെയാണ് ചികിത്സിക്കുന്നത്, രോഗത്തെ ഒരു ശത്രുവായി കാണുന്നു, ആ രോഗത്തെ അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് അലോപ്പതിയുടെ സിദ്ധാന്തം. പെയിൻ കില്ലറൊക്കെ അതിനുള്ളതാണ്. രോഗത്തെ ശത്രുവായി കണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അലോപ്പതിയുടെ തഅ്സീർ മുബാഷിറാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുക്കളിലൂടെയാണ് അലോപ്പതി ചികിത്സിക്കുന്നത്, ഇംഗ്ലീഷ് മരുന്ന്. അതുകൊണ്ട് തന്നെ അത് ശറഈന് വിരുദ്ധമായതുണ്ട് എങ്കിൽ മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ. അല്ലാത്തത് അതിന്റെ തഅ്സീർ മുബാഷിറാണ്. ഇതുവരെ ഒരു ഡോക്ടർ പറഞ്ഞിട്ടില്ല ഈ ഇന്നത് കഴിച്ചാൽ അതിന്റെ സിദ്ധിയിലൂടെ രോഗം മാറും എന്ന് പറഞ്ഞിട്ടില്ല. സിദ്ധിയല്ല, ഓരോന്നിനും അതിൻ്റെതായ എന്തുണ്ട്, ഗുളികകളുണ്ട്, മരുന്നുകളുണ്ട്. ആ മരുന്ന് കൊടുത്തിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. ആയുർവേദിക്കിന്റെയും പലതും എന്താണ്, മുബാഷിറാണ്. അതിന്റെ തഅ്സീർ മുബാഷിറാണ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ആയുർവേദിക് പഴയകാല പുരാതന ഭാരതീയ ചികിത്സാ സമ്പ്രദായമാണ്. അതിൽ പല ഹൈന്ദവ വിശ്വാസങ്ങളൊക്കെ കടന്നു കൂടിയിട്ടുണ്ട് പല ചികിത്സാ രീതികളിലും എന്ന് പറയപ്പെടുന്നു. അവരും ഈ പറയുന്നത് പോലെ തന്നെ അവർക്കൊരു മെത്തേഡ് ഉണ്ട്, ചികിത്സിക്കുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്, ചികിത്സിക്കുന്നതിന് ഓരോ രീതിയുണ്ട്. അത് കൈഫിയത്താണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ലിക്കുല്ലി ദായിൻ ദവ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അല്ലെങ്കിൽ മാ അൻസലല്ലാഹു ദാൻ ഇല്ല അൻസല ലഹു ശിഫാഅൻ, എല്ലാ രോഗത്തിനും അള്ളാഹു ശമനം ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വസ്തുക്കൾ മാത്രമല്ല ചികിത്സാ രീതി. മനസ്സിലാകുന്നുണ്ടോ? അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതും ചികിത്സയുടെ ഭാഗമാണ്. അത് നമ്മൾ ശേഷം പഠിക്കും ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി 3 പ്രാവശ്യം പറഞ്ഞത് എന്തിനാണ്, 7 പ്രാവശ്യം പറഞ്ഞത് എന്തിനാണ്? അതിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ ഈ അലോപ്പതിക്കാരൊക്കെ ഒരുവിധം 3 നേരം എന്നൊക്കെ പറയുന്നത്. ഹദീസിന്റെയും പഴയകാല പണ്ഡിതന്മാരുടെ വിശദീകരണത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ഇന്ന മരുന്ന് ഒരു ദിവസം 3 നേരം 2 തുള്ളി 3 തുള്ളി ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? അതൊക്കെ ഹദീസിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അതിന് ക്രമമുണ്ട്, ഒരു രീതിയുണ്ട്. ഓരോരുത്തർക്കും ചികിത്സിക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. അലോപ്പതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ ആക്ച്വലി എന്നെക്കാൾ അറിയുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. എന്നാലും ഹദീസിന്റെ വിശദീകരണം എന്ന നിലയിൽ ഞാനത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വിപരീതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞ അലോപ്പതിയിൽ രോഗത്തെയാണ് ചികിത്സിക്കുന്നത്, രോഗത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അവരുടെ മെയിൻ സിദ്ധാന്തം. എന്നാൽ ആയുർവേദിക്കില് അവർക്ക് ശരീരത്തിനെ കുറിച്ച് കുറെ പഠനങ്ങളുണ്ട്. അവർ പറയുന്നത് ശരീരത്തിന് 3 പ്രശ്നങ്ങളുണ്ട്. ആ 3 പ്രശ്നങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് രോഗവും ആരോഗ്യവും നിയന്ത്രിക്കുന്നത്, നിശ്ചയിക്കുന്നത്. കഫം, പിത്തം, വാദം, ഈ 3 ശരീരത്തിലുള്ള ഈ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. അത് നേരെ ചൊവ്വയാണെങ്കിൽ ആരോഗ്യമാണ്, അതെന്തെങ്കിലും ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ രോഗമാണ് എന്നാണ് അവർ പറയുക. എന്നാൽ ഹോമിയോ രോഗത്തെയല്ല ചികിത്സിക്കുന്നത്, രോഗിയെയാണ് ചികിത്സിക്കുന്നത്. ഹോമിയോ 1796 99 1796 മറ്റോ
ജർമ്മനിയിൽ കണ്ടുപിടിച്ച ഒരു ചികിത്സാ രീതിയാണെന്നാണ് പറയുന്നത്. മാനുവൽ ഹുമാൻ എന്നിട്ട് പറയുന്ന ഒരു വ്യക്തി കണ്ടുപിടിച്ച ചികിത്സാ സമ്പ്രദായമാണ്, ചികിത്സാ രീതിയാണ്. അതൊരു ബദൽ സംവിധാനമാണെന്നാണ് പറയുന്നത്. എന്താണ് ഹോമിയോ? തുല്യമായത് കൊണ്ട് തുല്യമായതിനെ എന്നുള്ള തത്വം തന്നെ. ഒരു ഇംഗ്ലീഷിലെ പ്രയോഗമുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് പറയാൻ അറിയില്ല. അതായത് മുള്ളു കൊണ്ട് മുള്ളെടുക്കുക, വിഷം കൊണ്ട് വിഷെടുക്കുക എന്ന് പറയുന്ന സംവിധാനമാണ് ഹോമിയോ. ഹോമിയോ രോഗത്തെയല്ല ചികിത്സിക്കുക, രോഗിയാ ചികിത്സിക്കുക എന്ന് പറയും. രോഗത്തെയും ചികിത്സിക്കുക, രോഗിയെ ചികിത്സിക്കുക രണ്ടാണ്. അലോപ്പതി രോഗിയാണ് ചികിത്സിക്കുക. ഉദാഹരണം പറഞ്ഞാൽ തിരിയും, ഡോക്ടർമാരായതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ തിരിയും. ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങളൊരാടത്തേക്ക് ഒരു രോഗി ഒന്ന് പറയും, ഡോക്ടറെ എനിക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഉറങ്ങാനുള്ള ഗുളിക എഴുതി കൊടുക്കും. അതാണ് രോഗത്തെ ചികിത്സിക്കൽ. രോഗി ചികിത്സിക്കലോ, എന്തുകൊണ്ട് ഉറക്കം കിട്ടുന്നില്ല? നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രശ്നമുണ്ടോ, മാനസികമായി പ്രശ്നമുണ്ടോ, ടെൻഷനുണ്ടോ, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ, വേറെന്തെങ്കിലും നിങ്ങൾ പേടി അലട്ടുന്നുണ്ടോ പോലുള്ള കാര്യങ്ങൾ പഠിക്കും. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കും. അതാണ് രോഗിയെ ചികിത്സിക്കൽ. ഒരു രോഗം ചികിത്സിക്കൽ വേറെ, രോഗിയെ ചികിത്സിക്കൽ വേറെ. അതുകൊണ്ട് ഹോമിയോ മരുന്നിന് വലിയ പ്രാധാന്യമില്ല. ഹോമിയോന്റെ മരുന്നിനെ കുറിച്ച് പറയുന്നത് 1000 പ്രാവശ്യം വെള്ളത്തിലിട്ട് ആറ്റിയിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് സൈഡ് എഫക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്ന കാരണം അതാണ്. അതിന് ആറ്റിയായിട്ട് മരുന്നിന്റെ എല്ലാം കളയും അവര്. അതുകൊണ്ട് തന്നെ അലോപ്പതി ശക്തമായി എതിർക്കും ഹോമിയോനെ. വലിയ രീതിയിൽ അലോപ്പതി അംഗീകരിക്കാറില്ല. മരുന്നിന്റെ, അതായത് സയൻസിനെതിരാണ്. അതുകൊണ്ടാണ് അലോപ്പതി ഹോമിയോ എതിർക്കുന്ന സയൻസ് എന്താണ്? ആ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് രോഗത്തെ ഇല്ലാണ്ടാക്കുന്നത്. നിങ്ങളത് ആറ്റി ഇല്ലാണ്ടാക്കി, പിന്നെ വെറുതെ വെള്ളം കുടിക്കാണ് എന്ന് പറഞ്ഞാണ് ഹോമിയോനെ എതിർക്കുന്നത് അലോപ്പതിക്കാര്. എന്നാൽ അലോപ്പതിക്കാർക്ക് മാറ്റാൻ പറ്റാത്ത പല രോഗങ്ങളും ഹോമിയോയിലൂടെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെന്ന് പല ഡോക്ടർമാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഒരു രീതി, ഹോമിയോ ഒരു രീതിയാണത്. യൂനാനി ചികിത്സ എന്ന് പറഞ്ഞാൽ പഴയകാല അറബി ചികിത്സയാണ്. ഗ്രീക്ക് അറബ്യൻ ചികിത്സയിൽപ്പെട്ടതാണ് യൂനാനി ചികിത്സ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ യുനാനി ചികിത്സയെ ഏറെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അത്തിബുൻ നബവി ചർച്ച ചെയ്യുമ്പോൾ യുനാനി ചികിത്സയുടെ രീതികളും സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇബ്നു സീനയെ പോലുള്ള പണ്ഡിതന്മാരാണ് വികസിപ്പിച്ചെടുത്തത് യുനാനി ചികിത്സയെ. യുനാനി ചികിത്സ ഭയങ്കര തത്വമാണ് അവരത്. അവർ പറയുന്നത് ശരീരത്തിലുള്ള 4 കാര്യങ്ങളുടെ സന്തുലിതാവസ്ഥയും അസന്തുലിതാവസ്ഥയുമാണ് രോഗവും ആരോഗ്യവും നിർണ്ണയിക്കുന്നത് എന്ന്. 1 രക്തം, 2 കഫം, 3 മഞ്ഞപ്പിത്തം, 4 കറുത്ത പിത്തം. ഈ 4 കാര്യങ്ങൾ ശരീരത്തിലുണ്ട്. ഈ 4 കാര്യങ്ങൾ നേരെയായാൽ ശരീരം ആരോഗ്യമായി. ഇതിൽ എന്തെങ്കിലും ഡിസോർഡർ വന്നാൽ രോഗിയായി. അതുകൊണ്ട് ഈ 4 കാര്യത്തെ സന്തുലിതമാക്കുക എന്നതാണ് അവരുടെ ചികിത്സ. അതുകൊണ്ട് രോഗം അത് അലോപ്പതിയൊക്കെ അത് എടുക്കുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ അതിൽ ഒന്നതാണ്. കഫൺ ടെസ്റ്റ് ചെയ്യുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, മൂത്രം ടെസ്റ്റ് ചെയ്യുക. അതൊക്കെ അത് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പരിശോധിക്കും. എന്നിട്ട് അവര് യുനാനി ചികിത്സക്ക് 4 രീതിയുണ്ട്. അത് അവര് ചികിത്സാ രീതിയായിട്ട് തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒന്ന് അൽ ഇലാജ് ബി തദ്ബീർ, നിയന്ത്രണത്തിലൂടെയുള്ള ചികിത്സ. എക്സസൈസ്, വ്യായാമം ചെയ്തിട്ടൊക്കെ, ഹിജാമ ചെയ്തിട്ടൊക്കെ എന്താ ചെയ്യുക, ചികിത്സിക്കുക. ഹിജാമല്ലേ, എക്സസൈസ് മെയിൻ. അൽ ഇലാജ് ബി തദ്ബീർ, ശരീരത്തെ നിയന്ത്രിക്കുക, അങ്ങനെയുള്ള ചികിത്സ. അതൊരു ചികിത്സാ രീതിയാണ്, അവർ പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. അത് മറ്റു ചികിത്സാ രീതിക്കാർക്കും ഉണ്ട്, പക്ഷെ യുനാനിക്കാർ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു രീതിയാണ് അൽ ഇലാജ് ബി തദ്ബീർ. അൽ ഇലാജു ബി തആം, ഭക്ഷണത്തെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ചികിത്സ. ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കണം, ഇങ്ങനെ കഴിക്കണം എന്നുള്ള ഭക്ഷണം. 3 അൽ ഇലാജു ബി ദവാ, മരുന്ന് കുടിച്ചുകൊണ്ടുള്ള ചികിത്സ. 4 അൽ ഇലാജു ബിൽ യദ്, കൈകൊണ്ടുള്ള ചികിത്സ, എക്സസൈസ് അതിൽ വരും. നിങ്ങളെ ഫിസിയോതെറാപ്പിയൊക്കെ അതിൽ വരുന്നതാണ് പറയുന്നത്. ഫിസിയോതെറാപ്പി അലോപ്പതിയുടെ ഭാഗമായിട്ടാണ് എണ്ണുന്നത് അല്ലെ. അലോപ്പതിയുടെ ഭാഗമായി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ അലോപ്പതിയുടെ ഭാഗമായിട്ടാണ് ഉലമാക്കൾ ഫിസിയോതെറാപ്പിയെ എണ്ണുന്നത്. പക്ഷെ യുനാനി ചികിത്സയിലെ അൽ ഇലാജു ബിൽ യദിൽ അത് മെത്തേഡ് മാറുന്നത് മാത്രം. ഓരോരുത്തരും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഓരോ ഡോക്ടർമാർ നിശ്ചയിക്കുന്നത് എക്സസൈസ് പറയുമ്പോഴും വ്യത്യസ്ത രീതിയിലുള്ള എക്സസൈസുകൾ പറയും. അപ്പം യുനാനി ചികിത്സയിലുള്ള പല ചികിത്സയും അലോപ്പതിയിലുണ്ട്. പക്ഷെ അലോപ്പതി പല വിഷയത്തിലും മേലെയാണ്, ഒരുപാട് ടോപ്പിലാണ്. ശാസ്ത്രീയപരമായി ഒരുപാട് വികസിക്കുകയും വളരുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സംവിധാനങ്ങളെ മാറ്റാണ്. എന്നാൽ യുനാനിയിൽ പലതും ആ പഴയ അവസ്ഥയിലാണ് പോകുന്നത് എന്നാണ് പറയുന്നത്.
അങ്ങനത്തെ വ്യത്യാസങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇലാജുൻ കൗനിയാണ്. ഇലാജുൻ കൗനി, അലോപ്പതി, ആയുർവേദിക്, ഹോമിയോ, യുനാനി. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അറിയപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് സിദ്ധ. ആയുർവേദിക് പോലെ ഇന്ത്യയിൽ ആയുർവേദിക്, അതുപോലെ തമിഴ്നാട്ടില് കേരളത്തിലൊക്കെ അറിയപ്പെട്ട, കേരളത്തിൽ ആയുർവേദിക് അറിയപ്പെട്ടതുപോലെ തമിഴ്നാട്ടിൽ അറിയപ്പെട്ട ഒരു സിദ്ധയാണ്, ഒരു ചികിത്സാ രീതിയാണ് സിദ്ധ എന്ന് പറയുന്നത്. ഇതും ഭാരതീയ പഴയകാല ചികിത്സാ രീതിയാണെന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ അക്യുപഞ്ചറൊക്കെ ചൈന ചികിത്സാ രീതിയാണെന്ന് പറയുന്നത്. അക്യുപഞ്ചറും അക്യുപ്രഷറും അല്ലെ, രണ്ട് ചികിത്സാ രീതി. അക്യുപഞ്ചർ സൂചി കുത്തിക്കൊണ്ടുള്ള ചികിത്സ, അക്യുപ്രഷർ കൈ കൊണ്ടുള്ള ചികിത്സ, വിരൽ കുത്തിയിട്ടുള്ള ചികിത്സ. ചില സ്ഥലത്തുകൾ കൈകുത്തി തൊട്ട് നോക്കിയിട്ടാണ് ആ ഡോക്ടർമാർ ആ ചികിത്സ രോഗം നിർണ്ണയിക്കലും അതിന് പരിധി പറഞ്ഞു കൊടുക്കലും. അക്യുപഞ്ചർ മുടി പോലുള്ള നേർത്ത സൂചികൾ കൊണ്ട് കുത്തിയിട്ടല്ലേ അക്യുപഞ്ചർ, അങ്ങനെയല്ലേ. അക്യുപഞ്ചറിനെ അലോപ്പതി അംഗീകരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏറെക്കുറെയും അംഗീകരിക്കുന്നുണ്ട് അലോപ്പതി. അക്യുപഞ്ചറിന്റെ പല കാര്യങ്ങളും അലോപ്പതി അംഗീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇലാജുൻ കൗനിയാണ്. ഇതിന്റെയൊക്കെ ഷർത്ത് എന്താണ്? അത് ശറഈനെതിരാണ്. അല്ലാ യുഖാലിഫ ശരിയ, ശരീഅത്തിനെതിരാകാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്തേത് അതിന്റെ തഅ്സീർ മുബാശിറാകണം, നേരിട്ടുള്ളതാകണം, സിദ്ധിയാകാൻ പാടില്ല. ഇതൊക്കെ ചികിത്സയുടെ വ്യത്യസ്ത രീതികൾ. അപ്പം ചികിത്സിക്കുന്ന രീതിയുണ്ട്. ഇപ്പൊ ഇലാജുൻ ശറഈയിൽ ചികിത്സക്ക് ഒരു രീതിയുണ്ട്. ഇലാജുൻ ശറഈ, ഇപ്പൊ ഒരു പണ്ഡിതന്റെ അടുത്തേക്കാണ് രോഗം കൊണ്ട് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ തിബ്ബുൻ നബവി പഠിച്ച ഒരാളത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, അയാൾ ശരിയായ അഹ്ലുസുന്നയുടെ പണ്ഡിതനാണെങ്കിൽ അദ്ദേഹം ആദ്യം പറയുക സബർ, ക്ഷമിക്കാനാണ്. രോഗം വന്നാൽ ആദ്യം ക്ഷമിക്കുക. കാരണം രോഗം തന്നത് അള്ളാഹുവാണ്, രോഗം അള്ളാഹു തന്നെ മാറ്റത്താണ്. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് അപസ്മാരമുണ്ട്. അപസ്മാരം ഉണ്ടാകുമ്പോൾ ഞാൻ താഴെ വീഴും, അപ്പോൾ എൻ്റെ ഔറത്തിൽ വെളിവാകും. അതുകൊണ്ട് എനിക്കൊണ്ട് അങ്ങ് ദുആ ചെയ്യണം ആ രോഗം മാറാൻ, അപസ്മാരം മാറാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ക്ഷമിക്കുകയാണ് എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. വഇൻ സബർതി ഫലകിൽ ജന്ന. അതല്ല ഞാൻ ദുആ ചെയ്യണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാറ്. റസൂൽ ആദ്യം എന്ത് പറഞ്ഞു? നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന്. രോഗം വന്നു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ ആദ്യം പറയുന്നത് സബർ ചെയ്യുള്ളതാണ്, നീ ക്ഷമിക്കുക. രണ്ടാമത്തേത് ദുആൻ. ഇലാജുൻ ശറഈയിലെ രണ്ടാമത്തെ രീതി ദുആൻ, ദുആ ചെയ്യുക. ഒരുപാട് ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ദുആ. എങ്ങനെ രോഗം വന്നിട്ടുണ്ട്, അയ്യൂബിനെ ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് ബുദ്ധിമുട്ടും പ്രയാസമായിട്ടുണ്ട്, നീ അർഹമുർ റഹീമാണല്ലോ, എൻ്റെ രോഗം മാറ്റണേ എന്ന് അയ്യൂബിനെ ദുആ ചെയ്തു. അവസാനം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണിനോട് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഏതാണ്? നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, പക്ഷെ ഒരു കാര്യം ദുആ ചെയ്യണം, ഞാൻ അപസ്മാരമായി വീഴുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുന്നു, അത് കാണാതിരിക്കാൻ ദുആ ചെയ്യണം. റസൂൽ അതിനുവേണ്ടി ദുആ ചെയ്തു. രണ്ടാമത്തെ രീതി ദുആ ആണ്. അപ്പോൾ ആദ്യം സബർ, പിന്നെ ദുആ. മൂന്നാമതാണ് അൽ അദ്ഇയ്യത്തു വൽ അദ്കാർ, ഞാൻ നേരത്തെ പറഞ്ഞത്. നാലാമത്തത് ഇസ്തിമാൽ അസ്ബാബിൽ മുജറബത്തി ശർഅൻ, ശർഅയിൽ സ്ഥിരീകൃതമായ വസ്തുക്കളെ ഉപയോഗിക്കുക. അതൊക്കെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ 40 ഹദീസുകളിൽ അതെന്തൊക്കെയാണ് വരുന്നുണ്ട്. ശർഅ പറഞ്ഞു തന്ന ഒരുപാട് വസ്തുക്കൾ, ചികിത്സാ വസ്തുക്കൾ, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ചികിത്സ. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ഇതൊക്കെ ചികിത്സകളാണ്. പക്ഷെ ഈ ചികിത്സ എങ്ങനെ എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചികിത്സാ രീതിയാണ് നമ്മൾ പഠിക്കേണ്ടത്. പുസ്തകങ്ങളിൽ എല്ലാം ഉണ്ടാവും. ഞാൻ ഇത്രയും പറഞ്ഞു തന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഹദീസിന്റെ ഷറഹുകൾ, ഈ ഹദീസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ഓരോ ഹദീസിന്റെയും ഷറഹുകൾ നോക്കിയിട്ട് പഠിച്ചെടുത്തതാണ്. പക്ഷെ അവനെനിക്ക് ചികിത്സിക്കാൻ പറ്റുമോ? ഇല്ല. ചികിത്സിക്കുന്നതിന് വേറെ ഇൽമുണ്ട്. അത് അതിൻ്റെതായ അതിൽ എന്ത് വിദഗ്ധന്മാരായ ആൾക്കാർക്ക് പോയി ഇരുന്ന് പഠിച്ച് അതിന്റെ മെത്തേഡ് പഠിച്ചിട്ട് വേണം ചികിത്സിക്കാൻ പോകാൻ. ചികിത്സിക്കുന്ന ഓരോ രീതികളുണ്ട്, ആ രീതിയിലാണ് ചികിത്സിക്കേണ്ടത് എന്നത്. അപ്പോൾ ഒന്നാമത്തെ തത്വം ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും ശമനമുണ്ട്, മരുന്നുണ്ട് എന്നതാണ്.
രണ്ടാമത്തെ ഹെഡിങ് വളരെ പ്രധാനപ്പെട്ട ഹെഡിങ് ആണ്, ഇതും നോട്ട് ചെയ്ത് വെക്കേണ്ട ഹെഡിങ് ആണ്. അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നത്. അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്. ചികിത്സയേക്കാൾ ഖൈറാണ് സൂക്ഷിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയൊരു ആശയം പഠിപ്പിക്കുകയാണ്. അൽ മിഖ്ദാം ഇബ്നു മഅദി കരീബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മല ആദമിയുൻ വിആഅൻ ശർറ മിൻ ബത്നി. ഒരു മനുഷ്യനും വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല. മനുഷ്യൻ നിറക്കുന്ന ഏറ്റവും മോശമായ പാത്രം വയറാണ്. ബസ് ഇവിടെ ഇരുന്നോ, ഫാനിട്ട് അവിടെ കാറ്റടപ്പില്ല. ഒരു മനുഷ്യൻ വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല. ബിഹസ്ബിബ്നി ആദമ ലുഖൈമാതുൻ യുഖിംന സുൽബഹ. തൻ്റെ മുതുകല്ലിനെ നേരെ നിർത്തുവാൻ ഏതാനും ചില ഉരുളകൾ മാത്രം മതിയായതാണ് അവന്. ഭക്ഷണമായിട്ട് ചില ഉരുളകൾ മാത്രം മതി അവൻക്ക് നേരെ നിൽക്കാൻ, ആരോഗ്യത്തോടെ നിലകൊള്ളാൻ. ഫൈൻ ഖാന ലാബുദ്ദ ഫായിലൻ. ഇനി അവൻക്ക് ഭക്ഷണം കുറെ കഴിച്ചേ പറ്റൂ എന്നാണ് എങ്കിൽ ഫസുലുസുൻ ലിതാമി. വയറിന്റെ 1/3 ഭക്ഷണത്തിന് വേണ്ടി. വസുലുസുൻ ലിശറാബി. 1/3 പാനീയത്തിന് വേണ്ടി. വസുലുസുൻ ലിനഫസിഹി. 1/3 ശ്വാസത്തിന് വേണ്ടി. ഇങ്ങനെ 3 തിരിക്കണമെന്ന്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് രോഗകാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മുഅ്മിൻ ഒരു കുടയിൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, കാഫിർ 7 കുടയിൽ ഭക്ഷണം കഴിക്കുക. വയറ് നിറച്ച് മൂക്കറ്റം കഴിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ അടയാളത്തിൽപ്പെട്ടതല്ല. ഈ ഹെഡിങ്ങിന്റെ കീഴിൽ ഇദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവന്നത് അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്. ചികിത്സയേക്കാൾ ഉത്തമമാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പം രോഗം വരാതെ സൂക്ഷിക്കുക എന്നത് വലിയ അടിത്തറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. രോഗകാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചർച്ച അതാണ്. രോഗകാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൃത്തി, തഹാറത്ത്. ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ശുദ്ധി, തഹാറത്ത്. നമ്മൾ കൊറോണ വന്നപ്പോൾ എല്ലാവരും തഹാറത്തിന്റെ ബാബ് പഠിച്ചു അല്ലേ? എല്ലാവരും കിതാബ് തഹാറ പഠിച്ചു. അപ്പോഴാണ് പലർക്കും ബോധ്യപ്പെട്ടത് ഫിഖിന്റെ കിതാബിൽ 1-ാമത്തെ കിതാബ് തഹാറ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. വൃത്തിയാണ് രോഗം തടക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യം. വൃത്തിയില്ലായ്മ രോഗകാരണമാണ്. അഴുക്കുകളിലൂടെ നമ്മളിലേക്ക് ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കും. രോഗം മറ്റുള്ളവർക്ക് എത്തുന്നത് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന അഴുക്കായ വസ്തുക്കളിലൂടെ മറ്റുള്ളവർ രോഗം പകരുന്ന കാര്യങ്ങൾ പറയുന്നത് അഴുക്കായ രീതിയിലാണെന്നാണ്. രണ്ടാമത്തേത് ഭക്ഷണം നിയന്ത്രിക്കലാണ്. രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഭക്ഷണം നിയന്ത്രിക്കലാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ടാണ് ഈ ഹെഡിങ്ങിന്റെ കീഴിൽ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവന്നത്. അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്. ചികിത്സയേക്കാൾ ഉത്തമം രോഗം വരാതെ സൂക്ഷിക്കലാണ്. പണ്ടൊക്കെ നമുക്ക് സ്കൂൾ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഓർമ്മ ഇങ്ങനെ പറയാറുണ്ട്, ആപ്പിൾ കഴിക്കൂ, രോഗപ്രതിരോധ ശേഷി നേടൂ, രോഗം വരാതെ സൂക്ഷിക്കലാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമം എന്നൊക്കെ സ്കൂളിൽ നമുക്ക് ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആപ്പിളിന്റെ പതായാലും അറിയലുണ്ട്. ഫ്രൂട്ട്സ് ഒരേ വിറ്റാമിൻ, ഓരോ ഫ്രൂട്ട്സിനും ഓരോ വിറ്റാമിൻ ഉണ്ടല്ലേ എന്ന് ഫസ്റ്റിൽ പറഞ്ഞു. ഓരോ ഫ്രൂട്ട്സിനും ഓരോ ഞാൻ ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്വേഷിച്ചു നടന്നു. ഓരോ ഫ്രൂട്ട്സിനും എന്ത് വിറ്റാമിൻസുകളുണ്ട്, ഏതൊക്കെയാണ് ആരോഗ്യപരമായത്, എന്ത് നല്ല ഫ്രൂട്ട്സ് ഏത്, അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സിൽ നല്ലതുണ്ട് ചീത്തയുണ്ട്, രണ്ടും അടങ്ങിയിട്ടുണ്ട്. വെറും നല്ലത് മാത്രമുള്ള ഫ്രൂട്ട്സ് ഏത് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് കിട്ടിയ വിവരം പേരക്കയാണെന്നാണ്. പേരക്കയിൽ കേടൊന്നുമില്ല, എല്ലാം നല്ലതേ ഉള്ളൂ.
നിങ്ങൾ പേരക്ക കഴിക്കുന്നത് അധികരിപ്പിക്കണം. അത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി, ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ നോക്കി. അപ്പോൾ ഒരു ഡോക്ടർ, ഒരു മലയാളി ഡോക്ടർ പേരക്കയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്, യൂട്യൂബിലുണ്ട്. പേരക്കയുടെ ഗുണങ്ങൾ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ധൈര്യമായി നിങ്ങൾ പേരക്ക കഴിക്കുക, പേരക്കയിൽ എല്ലാ ഗുണങ്ങളും ഉണ്ട്, കേടുകളൊന്നുമില്ല. ഇങ്ങനെയും കൂടെ അദ്ദേഹം പറഞ്ഞു. അള്ളാഹു ആലം, അദ്ദേഹം പറഞ്ഞ വേർഡാണ്. ഫ്രൂട്ട്സുള്ള കൂട്ടത്തിൽ കേടുകളൊന്നുമില്ലാത്ത ഗുണങ്ങൾ മാത്രമുള്ള ഒരേ ഒരു ഫ്രൂട്ട് പേരക്കയാണ്. അള്ളാഹു ആലം, ആ ഡോക്ടർ പറഞ്ഞതാണ്. യൂട്യൂബിൽ അദ്ദേഹത്തിന് ക്ലാസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. അപ്പം രോഗം വരാതെ സൂക്ഷിക്കാതുള്ളത് വലിയ തത്താണ്. വൃത്തിയിൽ നാം നടക്കണം. നമുക്ക് എപ്പോഴും വൃത്തി ഉണ്ടാവണം. നമ്മളെ ശരീരം വൃത്തിയാക്കണം. ഹൃദയത്തിന് രോഗം വരാതെ സൂക്ഷിക്കുന്നത് വേറെ ചർച്ചയുണ്ടല്ലോ. ഹൃദയം കേടാകാതെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ ശരീരം കേടാകാതെ നമ്മൾ സൂക്ഷിക്കണം. വൃത്തി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ആരോഗ്യത്തിന് വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആദമിന്റെ സന്തതിക്ക് ലുഖൈമാത്ത് മതി, ചില ഉരുളകൾ മാത്രം മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി ഭക്ഷണം കഴിക്കണമെന്ന് അനിവാര്യമാണ് എങ്കിൽ 1/3 മാത്രം ഭക്ഷണം കഴിക്കുക, 1/3 പാനീയത്തിന് വേണ്ടി, 1/3 ശ്വാസത്തിന് വേണ്ടിയും അവൻ മാറ്റി വെക്കുക എന്ന്. ഇതാണ് രണ്ടാമത്തെ തത്വം. അൽ വിഖായത്തു ഖൈറുൻ മിനൽ ഇലാജ്, രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അതിൻ്റെ വിശദമായ പഠനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ തയ്യാറായാൽ രോഗം വരാതിരിക്കാൻ, ഇപ്പോൾ രോഗം വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പുകൾ നടത്തുന്നത്, അതിനൊക്കെ വേറെ ചർച്ചകളുണ്ട്. വാക്സിൻ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? രോഗം വരാതിരിക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സൂക്ഷ്മത. 2, രോഗം വരികയില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ. രണ്ടും രണ്ടാണ്. ഇപ്പം ചില പണ്ഡിതന്മാരൊക്കെ ഈ വാക്സിൻ പോലുള്ള കാര്യങ്ങളൊക്കെ എതിർക്കാനുള്ളൊരു കാരണം, അത് തെറ്റായ ഒരു അഖീദ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കയറ്റുന്നു, നിർഭയത്വം നൽകുന്നു, അതിനെ ആശ്രയിക്കുന്നിടത്തവൻ എത്തുന്നു. ഇന്ന വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ രോഗം വരികയില്ല എന്ന്, അത് തവക്കുലിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. അത് ശരിയല്ല. നേരെ മറിച്ച് രോഗം വരാതിരിക്കാനുള്ള സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? അതാണ് ഈ പറയുന്നത്, ഭക്ഷണം നിയന്ത്രിക്കുക, വൃത്തിയായി ജീവിക്കുക പോലുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇങ്ങനെ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതെന്താണ്, ഇത് ചെയ്യാത്തവർ രോഗികളാകും, ഇത് ചെയ്തവർക്ക് രോഗം വരൂല എന്നുള്ള നിർണയം തവക്കുലിന് ബാധിക്കും. അങ്ങനെ പോലുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞ് പണ്ഡിതന്മാർ ചിലർ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതിൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതുള്ളത്. അത് 2 വശമാണ് അതിന്. ഒന്ന്, ആ വസ്തുവിൻ്റെ പ്രശ്നം. ആ വസ്തു ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനെക്കുറിച്ചും പഠനങ്ങളുണ്ടല്ലോ. വാക്സിൻ ഉപയോഗിക്കുന്ന പല മരുന്നുകളെ കുറിച്ചും പല ഡോക്ടർമാരും എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് പല വന്ധ്യകരണം ഉണ്ടാക്കും, സ്ട്രോക്ക് ഉണ്ടാക്കാൻ കാരണമാകും എന്നൊക്കെ ചിലർ എഴുതിയിട്ടുണ്ട്. വാക്സിനേഷൻ, ഇപ്പോൾ കൊറോണയുടെ വാക്സിനേഷൻ ഈ 2 കാരണങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. വികാരമില്ലാതാക്കും, അതൊക്കെ ചില ആൾക്കാരുടെ കുതന്ത്രങ്ങളാണ്, അവർ അത് പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റിയെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താന്നൊക്കെ പ്രചരിപ്പിക്കുന്നു. അല്ലാഹു ആലം. അപ്പോൾ മക്കളില്ലാതിരിക്കാൻ വന്നത്. 2, പ്രായമാകുന്നതിന് മുമ്പേ പലരും മരിച്ചിട്ടുണ്ട്, അറ്റാക്കായി മരിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വാക്സിനേഷൻ്റെ കാരണമാണെന്നൊക്കെ ആൾക്കാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വസ്തുത എന്താണെന്നറിയില്ല. എഴുത്തുകളൊക്കെ വാട്സപ്പിലൊക്കെ ഒരുപാട് എഴുത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അത് പഠിക്കേണ്ടതാണ്. അങ്ങനെയുള്ളതാണോ ഇത്, അത് നമുക്കറിയില്ല. അതൊക്കെ വിശദമായി പഠിച്ചിട്ട് എന്താ പറയുക, എല്ലാവരും പറയുന്നത് ഏറ്റുപാടുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ നിലപാട്. ഇന്ന് മീഡിയകളൊക്കെ പലതും പ്രചരിപ്പിക്കുന്നു. മീഡിയയെ നമ്മളറിയാതെ തക്ലീദ് ചെയ്യുന്നു, അന്ധമായി തക്ലീദ് ചെയ്യുന്നു. പല വിഷയവും അങ്ങനെയാണ്, നമ്മൾ അന്ധമായി തക്ലീദ് ചെയ്യുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങളിലും ശറഈ അല്ലാത്ത പല വിഷയങ്ങളിലും നമ്മൾ പലരെയും തക്ലീദ് ചെയ്യാണ്. അതിൻ്റെ എവിഡൻസ് എന്ത്, അതിൻ്റെ പ്രൂഫ് എന്തെന്ന് ചോദിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുക ഏതോ ഒരുത്തൻ്റെ ചിന്ത, അനുഭവം. ഓൻ ചിലപ്പോൾ വലിയ അറിയപ്പെട്ട കുറേ സർട്ടിഫിക്കറ്റ് ഉള്ള, പേരിൻ്റെ മുമ്പിലും ബെക്കിലും കുറേ പേരുകളുള്ള ഒരുത്തനായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സ്വീകരിച്ചു. അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന കിതാബുകൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളാവും, ഇംഗ്ലീഷിലൊക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങളാവും, നമ്മളതിനെ ഫോളോ ചെയ്യുന്നു, അങ്ങനെയാന്ന് പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ നമുക്കെന്നെ മറുപടി ഇല്ല. അതാണ്
ശാസ്ത്രം പറയുന്നത്, അതാണ് ഡോക്ടർമാരെല്ലാം പ്രൂവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞു വിടും, അത്ര തന്നെ. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളിൽ ആയത്തിലേക്ക് പോകുക എന്നുള്ളത് നമ്മളുടെ പഠനത്തിന്റെ ഭാഗമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യത്തിൽ അറിവുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2020-21 ആ സമയത്ത് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ആ റൂട്ട് കനാൽ ചെയ്യുന്നതിന് മുമ്പായി ഞാൻ റൂട്ട് കനാലിനെ കുറിച്ച് പഠിച്ചു. ഗൂഗിളുള്ളതുകൊണ്ട് ഗൂഗിൾ ഞാൻ അടിച്ചുകൊടുത്തു. ഗൂഗിൾ അടിച്ചുകൊടുത്തപ്പോൾ 2 ഇംഗ്ലീഷ് ഡോക്ടർമാരുടെ ഇംഗ്ലീഷ് ലേഖനങ്ങൾ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് റൂട്ട് കനാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള സംസാരമാണ്, നല്ല ചികിത്സയാണ്, റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അതിലൊരു പ്രശ്നവുമില്ല. റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പല്ലിനെയാണോ റൂട്ട് കനാൽ ചെയ്യുന്നത് ആ പല്ലിനെ മരിപ്പിച്ച് കിടത്തലാണ്, അതിൽ ഒരു ഫലവും സൈഡ് എഫക്ഷനും വരുന്നില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. മറ്റേ ഡോക്ടർ എഴുതിയത് റൂട്ട് കനാൽ അപകടമാണ്, ക്യാൻസറായി മരിച്ച പലരും മരിക്കാൻ കാരണം അവർ പല്ല് റൂട്ട് കനാൽ ചെയ്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം തെളിവ് സഹിതം സമർത്ഥിക്കുന്നുണ്ട്. പലരും ക്യാൻസറായി മരിച്ചിട്ടുണ്ട് റൂട്ട് കനാൽ. എന്താണ് കാരണം? ഈ ഡെഡായി കിടക്കുന്ന പല്ലിന്റെ ഉള്ളിൽ അണുക്കൾ ഒരുമിച്ച് കൂടുകയും ശരീരത്തിന്റെ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളല്ല, രോഗപ്രതിരോധത്തിന്റെ വസ്തുക്കൾ ഭക്ഷണം കഴിച്ചാലോ മരുന്ന് കഴിച്ചാലോ ഉണ്ടാകുന്നതൊന്നും ഇവിടേക്ക് വരുന്നില്ല. കാരണം ഇത് ശരീരമായിട്ട് ബന്ധമില്ല, ഡെഡായി കിടക്കാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള അണുക്കൾ ശരീരത്തെ ബാധിക്കുകയും അതിലൂടെ ക്യാൻസർ വരെ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് പലരും ക്യാൻസറായിട്ട് മരിച്ചിട്ടുണ്ട് എന്ന് വരെ അദ്ദേഹം സമർത്ഥിച്ചിരുന്നുണ്ട്. 2 എഴുത്താണ്, ഒരേ രോഗത്തെ കുറിച്ചിട്ട് ഒരേ ചികിത്സയെ കുറിച്ചിട്ട് 2 എഴുത്ത്. ഒന്ന് അനുകൂലിച്ചിട്ട് എഴുതി, മറ്റേയാൾ പ്രതികൂലിച്ചിട്ട് എഴുതി. ഇതിലേതാ ശരി? ഞാൻ ആ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടർ ഇതിലേതാ ശരി, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ചികിത്സിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചതാണ് ഡോക്ടറോട്, എൻ്റെ പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ, എൻ്റെ പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്, ചെയ്തതിന് മുമ്പ് ചോദിച്ചതാണ് ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അറിയില്ല. മുസ്ലിം ഡോക്ടറാണ്, ഷാരിബ് എന്നാണ് ഡോക്ടറുടെ പേര്. അറിയില്ല, ഞാൻ റൂട്ട് കനാൽ ചെയ്യുന്ന ആളാണ്, എനിക്ക് ചെയ്യാൻ അറിയാം, ഞാനത് പഠിച്ചിട്ടുണ്ട്. റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞ രോഗിക്ക് ഞാൻ റൂട്ട് കനാൽ ചെയ്ത് കൊടുക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇതിൻ്റെ ശാസ്ത്രീയ വശം ആയത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല, അത് ചെയ്യാമെന്നും ചെയ്യേണ്ടത് ഇങ്ങനെയെന്നുമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന്. ഞാൻ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ എന്താ ചെയ്യ്, അങ്ങനെ ചെയ്ത് അങ്ങനെ എൻ്റെ വലിയ റൂട്ട് കനാൽ ചെയ്തു. ഞാൻ പറയുന്നത് നിങ്ങളെ പഠനങ്ങൾ അങ്ങനെ പോകണം. കേവല ഒരു സത്യഹിയായ പഠനം ആവരുത്, ആഴത്തിലുള്ള പഠനം. നിങ്ങൾ ചികിത്സിക്കുന്ന രോഗത്തെ സംബന്ധിച്ച് നല്ല ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഫിസിയോതെറാപ്പിയുടെ ചികിത്സയെ കുറിച്ച് പറയുന്നത് മരുന്നില്ലാത്ത രോഗം എന്നാണ്, അല്ലേ? മരുന്നില്ലാത്ത ചികിത്സ എന്നാണ്. എക്സസൈസ് രോഗം കഴിഞ്ഞ ഒരാളെ വീണ്ടും പുനർജീവിപ്പിക്കുക, അദ്ദേഹത്തെ പൂര ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെയാണെന്ന് പറയുന്നത്. മരുന്ന് കൊടുക്കുന്ന അങ്ങനെ എന്തായാലും അത് പഠിക്കുമ്പോൾ അതിൻ്റെ ശരിയായ രീതിയിൽ പഠിക്കാൻ, അതിൻ്റെ ശരിയായ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കണം. കേവല നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് ബുക്കിൽ കാണുന്ന ഇൽമിൽ അവിടെ നിന്ന് അതിനെ ലാസ്റ്റ് വാക്കാക്കി മുന്നോട്ട് പോകാതെ അതിനപ്പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറായാൽ നാളെ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഡോക്ടറായി മാറും, നിങ്ങൾ മറ്റുള്ളവരെ അവലംബിക്കും. അവിടേക്ക് എത്തണം. ഇതൊക്കെ അറിവിൻ്റെ ലോകം വിശാലമാണ്. നമുക്ക് എവിടെ അറിവിലൂടെ ഉയരാൻ, എന്താ പറയുക, അതിവിശാലമായ ഉയരങ്ങളിലേക്ക് ഉയരാൻ അറിവിലൂടെ സാധിക്കുന്ന പറഞ്ഞത്. അറിവിൻ്റെ ലോകം അതിവിശാലമാണ്, സ്റ്റോപ്പില്ല. നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഉയർന്നു 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 പോകും. അതുകൊണ്ട് നിങ്ങൾ ഏത് വിഷയമാണ് പഠിക്കുന്നത് അതിലേക്ക് അതിൻ്റെ വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ വായിച്ച് അതിനുവേണ്ടി സമയവും ആരോഗ്യം ചെലവാക്കി മാറിയിരുന്നാൽ ഉയരങ്ങളിലെത്താനും സാധിക്കും. വിശാലമായ ലോകമാണ്. പ്രത്യേകിച്ച് ഈ തിബുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട ലോകം അത് വലിയ ഇൽമാണ്, വിശാലമായ ഇൽമാണ്. നമ്മൾ പറയുന്ന അഫ്ദലുൽ ഇൽമ് ഇൽമാൻ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഇൽമ് 2 ഇൽമാണ്. ഒന്ന് ശരീഅത്തിന്റെ ഇൽമ്, 2 ശരീരത്തിന്റെ ഇൽമ്. 2 ഇൽമുകളാണ്, വലിയ 2 ഇൽമുകളാണ്. അതിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എവിടേക്കൊക്കെയോ നമ്മളെത്തും, അത്ഭുതങ്ങളിൽ ചെന്നെത്തും നമ്മൾ. അതിലേക്ക് നമ്മൾ പോകാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ 2ാമത്തെ കാര്യം അതാണ്, അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്.
മൂന്നാമത് ഇദ്ദേഹം നൽകിയ ഹെഡിങ് തജന്നുബു അസ്ബാബിൽ മറദ്. ഇതും വളരെ അടിസ്ഥാനപരമായ ഒരു ഹെഡിങ്ങാണ്. രോഗകാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. രോഗകാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. രണ്ടാമത്തെ എന്താണ്? രോഗം വരാതെ സൂക്ഷിക്കുക, ആരോഗ്യത്തെ സംരക്ഷിക്കുക. മൂന്നാമത്തത് രോഗകാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ഇതൊക്കെ ഡോക്ടർമാർ പറയുന്ന തത്വങ്ങൾ തന്നെയാണ്, എല്ലാവരും അംഗീകരിച്ച തത്വങ്ങളാണ്. ആ ഹെഡിങ്ങിന്റെ കീഴിൽ അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൂരിദന്ന മുംരിദുൻ അലാ മുസിഹിൻ. ലാ യൂരിദന്ന കൊണ്ടുവരാനേ പാടില്ല, മുംരിദുൻ രോഗമുള്ള ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ, അലാ മുസിഹിൻ രോഗമുള്ള ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ അടുക്കലേക്ക് കൊണ്ടുവരാൻ പാടില്ല. രോഗമുള്ള ഒട്ടകങ്ങളുള്ള ആളടുക്കലേക്ക് രോഗമുള്ള ഒട്ടകമുള്ള ആള് രോഗമില്ലാത്ത ആരോഗ്യമുള്ള ഒട്ടകങ്ങളുള്ള അടുത്തേക്ക് ഒട്ടകത്തെ കൊണ്ടുവരാൻ പാടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ രണ്ടാമത് പറഞ്ഞ വിക്കായത്താണ്, രോഗകാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. അതാണ് ഉദ്ദേശം. അല്ലാതെ രോഗം പകരും എന്ന തെറ്റായ ആശയം പഠിപ്പിക്കലല്ല. രോഗം പകരുക എന്ന വേർഡിൽ വിശദീകരണമുണ്ട്, ഒറ്റ വാക്കല്ല അത്. രോഗം പകരുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പകരുമെന്ന് പറയാം, ഒറ്റ വാക്കിൽ പകരൂല എന്നും പറയാം. വിശദീകരിക്കുകയാണെങ്കിൽ രണ്ടുമാണ്. രോഗം പകരുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അഖീദ രോഗം പകരുകയില്ല എന്നാണ്. അതായത് രോഗത്തിന് പകരാനുള്ള കഴിവില്ല, രോഗത്തിന് പകരാനുള്ള കഴിവില്ല. അപ്പോൾ എന്തിനാണ് രോഗം പകരുകയില്ല നമ്മൾ പറയുന്നത്? ഒരു തെറ്റായ അഖീദ ക്ലിയറാക്കാനാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, രോഗത്തെ പേടിക്കുമായിരുന്നു. രോഗം എന്തോ ഒന്നാണ്, രോഗം എന്തോ ഒരു ഈ സമസ്തക്കാർ ജാറത്തെ പേടിക്കുന്ന പോലെ അതെന്തോ ആണ്, എന്തോ കുരുത്തക്കേട് ബാധിക്കും എന്ന് പറയുന്ന പോലെ രോഗം അത് നമുക്ക് ബാധിക്കുന്ന എന്തോ കേടാണ്, എന്നതിനെ പേടിക്കണം. ആ രോഗം നമുക്ക് പകരും എന്നൊരു തെറ്റായ വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ജാഹിലിയ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അദ്വ, രോഗം പകരുകയില്ല, പകർച്ചവ്യാധിയില്ല എന്ന ഹദീസിലൂടെ തിരുത്തിയത്. ലാ അദ്വ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയില്ല. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസാണ് ലാ യൂരിദന്ന മുംരിദുൻ അലാ മുസിഹിൻ. രോഗമുള്ള ഒട്ടകങ്ങളുള്ള ആള് രോഗമില്ലാത്ത ആരോഗ്യമുള്ള ഒട്ടകത്തിന്റെ അടുത്ത് കൊണ്ടുവരാൻ പാടില്ല. അത് വേറെ ഹദീസിലുണ്ട്, ഫിർറ മിനൽ മജ്ദൂമി ഫിറാറക മിനൽ അസദ്. സിംഹത്തിൽ നിന്നും നീ പേടിച്ചോടുന്നത് പോലെ കുഷ്ഠരോഗിയുടെ മുമ്പിൽ നിന്നും പേടിച്ചോടണം. ഇത് രണ്ടു റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അപ്പോൾ രോഗം പകരുകയില്ല എന്നുള്ളത് വിശ്വാസത്തെ ക്ലിയർ ആക്കിയതാണ്. രോഗം പകരും എന്ന വാചകം രോഗകാരണം പകരും എന്ന് പഠിപ്പിക്കാനാണ്. രോഗിയുടെ അടുക്കൽ നിന്നുണ്ടാവും അണുക്കൾ ഉണ്ടാവും. ആ അണുക്കൾ നമ്മുടെ ശരീരത്തിന് ബാധിച്ചാൽ രോഗം നമുക്കുണ്ടാകാൻ കാരണമാകാം. അണുക്കൾ വന്നു എന്നതുകൊണ്ട് രോഗം ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് തിരുത്തലാണ് ഉദ്ദേശം. അണുക്കൾ ഉണ്ടായാൽ രോഗം ഉണ്ടാവുമെങ്കിൽ രണ്ടാൾക്കും ഉണ്ടാകണം. ഒരാൾക്ക് ഉണ്ടാകുന്ന ഒറ്റയ്ക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ ആ കാരണം രോഗം വന്ന് ഒരു രോഗിയുടെ അടുക്കലേക്ക് നമ്മൾ പോയി, ആ രോഗിയുടെ ശരീരത്തിലുള്ള അഴുക്ക്, കീടം, അണു നമ്മുടെ ശരീരത്തിൽ വരികയും നമ്മൾ രോഗിയാകുകയും ചെയ്താൽ നമ്മൾ എന്ത് പറയും? ആ രോഗം എനിക്ക് പകർന്നു. അത് പറയാതിരിക്കാനാണ് രോഗി അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. എൻ്റെ രോഗം പകർന്നതല്ല, മറിച്ച് ആ അണു ഇവന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അള്ളാഹു സബബുകൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അവൻ അള്ളാഹു രോഗിയാക്കിയത് ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു ആരാണ് രോഗിയാക്കിയത്, അല്ലാതെ അണു ഇങ്ങോട്ടേക്ക് പകർന്ന് രോഗമാക്കിയതല്ല. ആ അണു പകർന്നത് കൊണ്ട് ആ കാരണത്താൽ അള്ളാഹു രോഗിയാക്കിയപ്പോൾ അവന്റെ വിശ്വാസം എന്തിലായി മാറി? ആ രോഗം പകർന്നതാണ്. അത് ആ വിശ്വാസം ഇല്ലാണ്ടാക്കാനാണ് പകർച്ചവ്യാധി ഇല്ല എന്ന് പറഞ്ഞത്. എന്നാൽ അണുക്കൾ ശരീരത്തിന് ബാധിക്കുകയും ആ രോഗം മറ്റുള്ള ആ രോഗിയെ കാണാൻ പോയാൾക്ക് വരികയും ചെയ്യുന്ന രോഗങ്ങളുണ്ട്, അതിൽ നിന്ന് വിട്ടുകയും ചെയ്യും വേണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ രോഗങ്ങളിൽ നിന്ന് വിട്ടുക്കണം. രോഗിയുള്ള ആള് രോഗിയില്ലാത്ത ആരോഗ്യമുള്ള ആള് രോഗിയെ ആരോഗ്യമുള്ള ആൾക്കാർക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ റസൂൽ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്, അണുക്കൾ നമുക്ക് ബാധിക്കാം.
പോകാൻ പാടില്ല. മജുദും കുഷ്ഠരോഗം ബാധിച്ച ആൾ നമ്മൾ വിട്ടു നിൽക്കണം. അത് നമുക്ക് ആണ് ബാധിക്കുകയും നമ്മൾ രോഗിയാകാൻ കാരണമാവുകയും ചെയ്യും. രോഗിയാകാൻ കാരണമാകുന്നത് കൊണ്ടല്ല വിട്ടുക്കാൻ പറഞ്ഞത്. അത് ഒന്നാണ്. എന്താണ്? രോഗകാരണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. രണ്ടാമത്തേത് തെറ്റായ വിശ്വാസം അവിടെ നമ്മളെ നയിക്കും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ രോഗമാണ് എനിക്ക് പകർന്നത് എന്നതില്ലാണ്ടാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സഹാബി എന്ന് പറഞ്ഞു, പ്രവാചകരെ, രോഗം പകരും. ആ രോഗമുള്ള ഒട്ടകത്തിന്റെ അടുക്കൽ, അല്ല, ആരോഗ്യമുള്ള ഒട്ടകത്തിന്റെ അടുക്കൽ ഒരു രോഗിയായ ഒട്ടകത്തെ കൊണ്ടുവന്നാൽ ആ ആരോഗ്യമുള്ള ഒട്ടകത്തിന് രോഗം ബാധിക്കുന്നില്ലേ? അത് പകർച്ചവ്യാധിയല്ലേ? അത് പകർന്നത് കൊണ്ടല്ലേ? നമ്മളൊക്കെ ചിന്തിക്കുന്നത് ശരിയായ ചിന്തയാണ്. ഇപ്പൊ ചെങ്കണ്ണ് വന്ന ഒരാടുത്ത് പോയാൽ നമ്മൾ എന്ത് പറയും? ചെങ്കണ്ണ് നമുക്ക് വന്നതിനെ പറ്റി ആ രോഗിയുടെ അടുത്ത് പോയത് കൊണ്ട് ചെങ്കണ്ണ് നമുക്ക് പകർന്നതാണെന്ന് പറയും. അതൊരു കാരണമാണ്. നമുക്ക് വന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ രോഗിയാക്കിയതാണ്. തീർച്ചയായും നമ്മൾ സൂക്ഷിക്കണം. റസൂൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള രോഗങ്ങളുടെ അടുക്കിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ അണുബാധിച്ച് രോഗമുണ്ടാകുന്ന രോഗിയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. പക്ഷെ റസൂൽ അവിടെ തിരുത്തി കൊടുത്തു. റസൂൽ പറഞ്ഞു, എങ്ങനെയെങ്കിൽ ആ ആദ്യത്തെ ഒട്ടകത്തിന് എവിടുന്ന രോഗം കിട്ടിയത്? രണ്ടാമത്തെ ഒട്ടകത്തിന് പകർന്നതാ നീ പറയുന്നു. അപ്പൊ ആദ്യത്തെ ഒട്ടകത്തിന് എവിടുന്നാണ് രോഗം കിട്ടിയത്? അള്ളാഹു രോഗിയാക്കിയതാണ്. എങ്കിൽ അതേ അള്ളാഹു തന്നെയാണ് രണ്ടാമത്തെ ഒട്ടകത്തിന് രോഗിയാക്കിയത്. അത് വലിയൊരു ഇൽമാണത്. അപ്പം രോഗം പകരുമോ എന്ന് ചോദിച്ചാൽ, രോഗാണു നമ്മുടെ ശരീരത്തിൽ വരികയും അത് രോഗ കാരണമാവുകയും ചെയ്യാം. ആ അർത്ഥത്തിൽ രോഗം പകരും. എന്നാൽ രോഗം എന്തോ പേടിക്കേണ്ട ഒന്നാണ്, രോഗം നമുക്ക് വരും എന്ന അർത്ഥത്തിൽ തെറ്റായ അള്ളാഹുവിന്റെ ഇടപെടലിനെ മാറ്റിവെച്ചുകൊണ്ട് രോഗത്തെ പേടിക്കുന്ന ഒരു വിശ്വാസം വരുന്നെങ്കിൽ ആ അർത്ഥത്തിൽ രോഗം പകരുകയില്ല. മനസ്സിലായില്ലേ? അതാണ് രോഗം പകരുമോ പകരുകയില്ല എന്ന വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ വിശദീകരണം. അപ്പം രോഗിയെ ആരോഗ്യവാന്റെ അടുക്കലേക്ക് കൊണ്ടുവരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഹെഡിങ് എന്താണ്? രോഗകാരണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നത് ബാക്കി നമ്മൾ പഠിച്ചെടുക്കണം. രോഗ കാരണമാകുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം. മോശമായ അന്തരീക്ഷം ശ്വസിക്കൽ രോഗകാരനാണ്. കേടായ ഫുഡ് കഴിക്കൽ രോഗകാരനാണ്. പിന്നെ ഉറക്കമൊഴിയൽ രോഗകാരനാണ്. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പല കാരണങ്ങളുണ്ട്. അത് ആധുനിക ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന രോഗം ഉണ്ടാക്കാൻ കാരണമായി തീരും. അതൊക്കെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ അവകളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് ദീനാണ്, വേണ്ടതാണ്. അത് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നമുക്ക് പറഞ്ഞത്. അതാണ് ഈ ഹദീസിന്റെ ഹെഡിങ് ആയിട്ടത്തെ കൊടുത്തത്, തജന്നുബു അസ്ബാബിൽ മറദ്, രോഗകാരണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ഈ ലാസ്റ്റ് ഹെഡിങ് ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ 4 പ്രധാന ഹെഡിങ്ങുകളാണ് ഏതൊരു ഡോക്ടറും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഏതൊരു ഡോക്ടർ രോഗിക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. 4-മത്തേത് അത് രോഗി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4-മത്തത് രോഗി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? മൻഉ തത്ബീബി ബിഗൈരി ഇൽം. രോഗം അള്ളാഹുവിന്റെ സംവിധാനമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം വന്നാൽ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. ആര് ചികിത്സിക്കണം എന്നതും തീരുമാനിക്കേണ്ട കാര്യമാണ്. മൻഉ തത്ബീബി ബിഗൈരി ഇൽം. അറിവില്ലാത്ത ആളെടുത്ത് ചികിത്സിക്കാൻ പോകാൻ പാടില്ല. അപ്പം വിദഗ്ധനായ ഡോക്ടറാണെന്ന് അറിയപ്പെട്ട ആളെടുത്താണ് ചികിത്സിക്കാൻ പോകേണ്ടത്. വ്യാജ ഡോക്ടറാണോ? കുറെ ഡോക്ടർമാർ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ചികിത്സിക്കുന്ന രോഗത്തെ സംബന്ധിച്ച് വിവരമുള്ള ഡോക്ടറാണോ എന്ന് അറിയണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അറിവുള്ള ഡോക്ടറെ അടുത്ത് പോകണം. ദീനിന്റെ വിഷയം നമുക്ക് അറിയാമല്ലോ. അറിവില്ലാത്തടത്ത് പോയാൽ എന്താ ഉണ്ടാവുക? തെറ്റായ പത്ത് പോയിരിക്കും. അതേപോലെ തന്നെ അറിവില്ലാത്ത ഡോക്ടറെ അടുത്ത് പോയാൽ തെറ്റായ ചികിത്സ ഉണ്ടാവും. അത് മരണത്തിന് വരെ കാരണമായേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതബ്ബബ, ആരെങ്കിലും വ്യാജ ചികിത്സ നടത്തിയാൽ, വലാ യുഅലമു മിൻഹു തിബ്ബുൻ, അവനിൽ നിന്നും ചികിത്സ അറിയപ്പെട്ടിട്ടില്ല, അവൻ ഡോക്ടറായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല, ഒന്നുകിൽ അവൻക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ അവൻ യോഗ്യനായ ഡോക്ടർമാരുടെ കീഴിൽ, അറിവുള്ള ആളുടെ കീഴിൽ നിന്നും പഠിച്ചു വന്നിട്ടില്ല, അങ്ങനെയുള്ള ഒരാള് വ്യാജമായി ചികിത്സിച്ചാൽ ഫഹുവ ളാമിൻ, അവൻ ഉത്തരവാദിയാണ്. എന്ന് പറഞ്ഞാൽ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ആ ഡോക്ടറാണ്.
ഈ ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഡോക്ടർ ആരാകണം, നാം ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടർ ആരാകണം എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. ആ വിഷയത്തിൽ അറിയപ്പെട്ട ആളാണോ, ആരെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും പോയി ചികിത്സിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കുന്ന കാര്യമാണ്. ആരെ ചികിത്സിക്കുന്നു എന്നുള്ളത് നിർണയമേ അല്ല. ഇന്ന് ചികിത്സ ഞാൻ പറയും, ഇപ്പൊ 2 ചികിത്സ പറഞ്ഞില്ലേ, ഇലാജുൻ ഷറഈ, ഇലാജുൻ കൗനി പറഞ്ഞു. ഇതിലേത് ചികിത്സയും ഇലാജുൻ ഷറഈ അത് റസൂലുള്ളാഹി പഠിപ്പിച്ച ചികിത്സയാണ്. അതിന് യഖീന് വേണം, എങ്കിൽ മാത്രമേ, ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രതിവിധി കിട്ടുള്ളൂ. ആ വിശ്വാസത്തിൽ അതിന് ചെയ്യണം, അതിനെ കാത്തിരിക്കണം, എൻ്റെ ശമനം കാത്തിരിക്കണം. എന്നാൽ ഇലാജുൻ കൗനി ചിലപ്പോൾ ഇലാജുൻ ഷറഈയേക്കാൾ നേരത്തെ റിസൾട്ട് കിട്ടിയേക്കാം. കാരണം അത് സബബുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അലോപ്പതി പോലുള്ള ചികിത്സകൾ നേരിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പം പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. മറ്റേത് പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ആരെ ചികിത്സിക്കുന്നതല്ല ചികിത്സ. ഇപ്പം അലോപ്പതിക്കാർ പറയും ഹോമിയോ എടുത്ത് പോകാൻ പാടില്ല, ഹോമിയോക്കാർ പറയും യുനാനിയെ ചികിത്സിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ചികിത്സിക്കുന്നത് ആരെയായാലും പ്രശ്നമല്ല. ചികിത്സിക്കുന്ന ആള് അവൻ ചികിത്സിക്കുന്ന രോഗത്തിന്റെ വിഷയത്തിൽ അറിവുള്ളവനാകുക എന്നതാണ് വിഷയം. ചികിത്സ ലോകത്ത് ഇഷ്ടം പോലെ അറിയപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മളൊക്കെ പലരും പല സുഹൃത്തുക്കളും പറഞ്ഞതാണ്, ഞാൻ കുറേ കാലം അലോപ്പതി മരുന്ന് കുടിച്ചു, ഒരു ശമനമില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആയുർവേദിക്കിന് വിഷയത്തിൽ നല്ല മരുന്നുണ്ടെങ്കിൽ പോയി കുടിച്ചോ. അവനെ കുടിച്ചപ്പോൾ എൻ്റെ രോഗം മാറി. അൽഹംദുലില്ലാഹ്, അള്ളാഹു എൻ്റെ ശിഫ അതിലെ വെച്ചിട്ടുള്ളത്. അതേ രോഗത്തെക്കുറിച്ച് വേറൊരാൾ പറയും, ഞാൻ കുറേ കാലം ആയുർവേദിക്കിൽ പോയി, ഒരു ശമനമില്ല. അങ്ങനെ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇന്ന് അലോപ്പതി ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ചെന്ന് കാണിച്ചോ. ചിലപ്പോൾ മറ്റേ കാണിച്ചാൽ അതേ ഡോക്ടറായിരിക്കും, എൻ്റെ രോഗം മാറി എന്ന് പറയും. അപ്പൊ രോഗം മാറ്റുന്ന അള്ളാഹുവാണ്, രോഗം നൽകുന്നതും അള്ളാഹുവാണ്, രോഗം മാറ്റുന്ന അള്ളാഹുവാണ്. എൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇടയാളൻ മാത്രമാണ് ഡോക്ടർമാർ, അല്ലെങ്കിൽ ചികിത്സ. അതുകൊണ്ട് അലോപ്പതി കാണിച്ചാലേ രോഗം മാറൂ, ഹോമിയോ കാണിച്ചാലേ രോഗം മാറൂ, ആയുർവേദിക് കാണിച്ചാലേ രോഗം മാറൂ എന്നൊന്നുമില്ല. ഇനി ഒരു ഡോക്ടറെയോ ഒരാൾ കാണിച്ചില്ല എന്നാലും രോഗം മാറാം. സബർ ചെയ്ത ഒരാൾ നിന്നാൽ അതും അനുവദനീയാണ് അതിൻ്റെ മേഖലയിൽ. എന്നാൽ മരണത്തിന് കാരണമാകുന്ന രോഗമാണ് എങ്കിൽ ചികിത്സിക്കൽ നിർബന്ധമാണ്. അല്ലാത്തടത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇമാം ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ല അവർക്ക് പറയുന്നത് ചികിത്സിക്കാതെ തവക്കുൽ ചെയ്യലാണ്, ക്ഷമിക്കലാണ് ചികിത്സിക്കുന്നതിനേക്കാൾ അഫ്ദൽ. ഇമാം അഹ്മദൊക്കെ പറഞ്ഞത്. എന്നാൽ ഉലമാക്കളൊക്കെ ഫുഖാക്കളൊക്കെ ഇത്തിഫാക്കൾ പറഞ്ഞിട്ടുണ്ട്, മരണത്തിലേക്ക് എത്തിക്കുന്ന രോഗമാണ് എന്ന് അറിഞ്ഞാൽ ചികിത്സിക്കൽ വാജിബാണ്. അങ്ങനെ ചികിത്സിക്കാതെ ഒരാൾ മരിച്ചാൽ ആത്മഹത്യ ചെയ്ത കുറ്റം കിട്ടും. അല്ലാത്ത ചെറിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പോകരുത്. ചെറിയ ചെറിയ രോഗങ്ങൾക്ക് തവക്കുലാണ് അഫ്ദൽ എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനും പോയി മരുന്ന് കുടിക്കുക എന്നുള്ളത് വേണ്ടാന്ന്, അതാണ് ഉദ്ദേശിച്ചത്. നമ്മളെ മനസ്സിന്റെ തകന്റെ രോഗം ഈമാനുമായി ബന്ധപ്പെട്ടതാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ താല്ലുക്ക് അള്ളാഹുവായിട്ടാവണം, വസ്തുക്കളാകാൻ പാടില്ല. രോഗം വരുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ ചെലവാക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് ഇന്ന് നടക്കുന്നത് ഒന്നാമത് ഹോസ്പിറ്റലാണ്, രണ്ടാമത്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ രീതിയിലേക്ക് ഇപ്പം മാറിയിട്ടുള്ളത്. ഹോസ്പിറ്റലുകൾ എത്രയും കണ്ടമാനം ഹോസ്പിറ്റലുകളുണ്ട്, കണ്ടമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ബിസിനസ് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം രോഗം എല്ലാവരും പേടിക്കുന്ന ഒന്നാണ്. രോഗിയായി കിടന്നാൽ ഉള്ള അവസ്ഥ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഹൃദയത്തിൻ്റെ താല്ലുക്ക്, ഞാൻ രോഗിയായാൽ എൻ്റെ ഈ രോഗം ഞാൻ ഇനി എന്ത് ചെയ്യും, എല്ലാ പ്രതീക്ഷയും അറ്റുപോകുന്ന ഒരു രംഗമാണ് രോഗം. അപ്പോഴാണ് വ്യാജ വൈദ്യന്മാരേക്ക്, വ്യാജ തങ്ങന്മാരേക്ക്, വ്യാജ ഔലിയാമൻ്റെ അടുത്തേക്ക് ആൾക്കാർ പോകുന്നത്, എന്തും ചെയ്യാൻ തയ്യാറാകുന്നത് രോഗം മാറാന്നുള്ള ആഗ്രഹത്താൽ. അപ്പോൾ ഹൃദയത്തിൻ്റെ താല്ലുക്ക് അള്ളാഹുവായിട്ട് ആക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടതും. ഹൃദയത്തിന്റെ ബന്ധം അള്ളാഹു. രോഗം തന്ന അള്ളാഹുവാണ്, രോഗം മാറ്റുന്ന അള്ളാഹുവാണ്. അള്ളാഹുണ്ട് ദുആ ചെയ്യുക. വലിയ വലിയ രോഗങ്ങൾ ദുആയിൽ അള്ളാഹു ശിഫിയാക്കിയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജന്മനാ അന്ധനായിരുന്നു. ജന്മനാ അന്ധനായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കാഴ്ച കിട്ടിയത് ദുആയിലൂടെയാണ്. ഇമാം ബുഖാരിയുടെ ഉമ്മ നിരന്തരമായി ദുആ ചെയ്തു, അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. ദുആയിലൂടെ ഇഷ്ടംപോലെ രോഗങ്ങൾ മാറിയിട്ടുണ്ട്. ദുആ ചെയ്യാത്തതിന്റെ പേരിൽ റസൂല പഠിപ്പിച്ചെന്ന ദുആ ചെയ്യാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നമ്മൾ കുറെ ഹദീസുകൾ വായിക്കും, അപ്പൊ നമുക്ക് ബോധ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ
40 ഹദീസുകൾ വായിച്ച് പഠിച്ച് കഴിയുമ്പോഴേക്കും